പപ്സ് രണ്ടും റെഡി ആയിട്ടുണ്ട്. കോരിയെടുക്കുകയാണ്. നല്ല കളറൊക്കെ ചേഞ്ച് ആയല്ലാണ്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ എടുക്കട്ടോ. അപ്പം ഇന്നത്തെ അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖാചാരിക്കണ്. അപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് വാങ്ങല. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കില്ലിട്ടാ. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ പോണത്. ബൈക്കുള്ള ഉള്ളിയൊക്കെ തൊലി കളയട്ടെ. ക്യാരറ്റ് കട്ട് ചെയ്യാണ്ട് ഉരുളങ്ങയും കൂടെ ക്യാരറ്റ് ഉരുളങ്ങയൊക്കെ ഉണ്ട്. ഞാൻ കട്ട് ചെയ്ത് വിട്ടാ. തൊലി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഉള്ളി കട്ട് ചെയ്യാൻ പോണേ. ഇതെല്ലാം കൈ എടുക്കല്ലേ? കഴുകിയിട്ട് കട്ട് ചെയ്യാം. കുറച്ച് ഉള്ളി ഇട്ടല്ലേ? നമ്മൾ കുറുമയ്ക്കുള്ള ഉള്ളി വെട്ടി കൊടുക്കുകയാണ്. ക്യാരറ്റ് കട്ട് ചെയ്യാട്ടോ. തൊലി കളിച്ചെത്തിയില്ല. കേക്കിട്ടേ കട്ട് ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്തു. നമ്മൾ കിഴങ്ങില്ലേ കട്ട് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്യല്ലേ? നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ചെറുതാക്കി കട്ട് ചെയ്യാം. നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്യട്ടാ. കേങ്ങ് കേങ്ങ് കട്ട് ചെയ്യണല്ലേ? അന്നത്തെ സ്പെഷ്യൽ കുറുമയാണ് ഇപ്പോൾ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതിൽ കട്ട് ചെയ്യാം. ഇപ്പം കട്ട് ചെയ്ത് തരും. ഉലുലിക്ക് കട്ട് ചെയ്യാനേ പോയി. ഇത് കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്തോട്ടാ. അപ്പം അങ്ങനെ നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്നാണ് ഇന്നലെ രാത്രി കുറച്ച് മഴ ചാറിയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. എന്നാലും ചിലവത്ത് നല്ല മഴ തീർന്നു പറഞ്ഞു. നമുക്കവിടെ മഴ ഇട്ടില്ല, കുറവാണ്. അപ്പോൾ അതിട്ടി നമ്മൾ കേങ്ങ് കട്ട് ചെയ്യാൻ പോട്ടോ. കുറച്ച് വലുതാക്കിയല്ലോ ഇട്ടേന്. അപ്പോൾ അത് സെൻറ്റർ കട്ട് ചെയ്യുന്നു. അല്പം മതി. മതിയാ? കുറച്ചും കൂടി ഉണ്ട്. പിന്നെ വേവുമ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഒരു കേങ്ങിൻ്റെ സെൻറ്റർ കട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുട്ട പപ്സൊക്കെയുള്ള ഉള്ളിലെ. പിന്നെ നമ്മൾ കറിയൊക്കെയുള്ളത് കേട്ടോ. ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. കേങ്ങ വെട്ടി കഴിഞ്ഞു, ഉള്ളി വെട്ടി കഴിഞ്ഞു. രണ്ടും കറിക്കുള്ളതുകൊണ്ട് നമ്മൾ പപ്സ് ഉണ്ടാക്കണ്ടല്ലേ? സ്പെഷ്യൽ പപ്സ്. പിന്നെ ക്യാരറ്റ് വെട്ടിക്കണ്. കുറുമിക്കുള്ള ക്യാരറ്റ് വെട്ടിക്കണ്. തക്കാളി മുളക് വെട്ടി കൂട്ടാ. വെളുത്തുള്ളിക്ക തൊലിച്ചിട്ട് ചതക്കിയെടുക്കാം. പപ്സിക്കുള്ള കോഴിമുട്ടൊക്കെ പീങ്ങിയെടുക്കട്ടെ. വെള്ളമൊക്കെ ചൂടായി. കോഴിമുട്ട പീങ്ങിയെടുക്കട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കട്ടാ. ഉള്ളി വാട്ടാണ്. പപ്സിക്കുള്ള ഉള്ളിയാണ് വാട്ടിക്കൊണ്ടിരിക്കണേ. കോഴിമുട്ടൊക്കെ പീങ്ങി വെച്ചത്. ഉള്ളിയൊക്കെ വാട്ടി പപ്സ് ഉണ്ടാക്കാൻ പോകല്ലേ? അപ്പോൾ പപ്സ് ഉണ്ടാക്കാൻ കോഴിമുട്ട വീങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരിയെടുക്കാം. നല്ല ചൂടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ പപ്സാണ്. മുട്ട അരച്ചാണ്ടല്ലേ? കോഴിമുട്ട വീങ്ങി അരച്ചാണ്ട് മസാലക്കാക്കി ഇനി പൊരിച്ചെടുക്കാൻ പരിപാടിയാണ്. പൊരിച്ചെടുക്കുക. നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ പൊരിച്ചെടുക്കാം. ചൂടായിക്കണം.
നമ്മൾ സ്ക്വയറിലാണ് നമ്മൾ മസാല ഇതാക്കിയില്ല. ആ കേട്ട് നല്ല ചൂട് അപ്പത്തി അപ്പോൾ ഒരുപാട് റെഡി ആയിട്ട് നമുക്ക് മറിച്ചിടാം. റെഡി ആയിട്ട് ഒരു ഭാഗം എന്നിട്ട് മറിച്ചിടാം. ആവണുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് റെഡിയായി മറിച്ചിട്ടു. ഇനി വീണ്ടും ഒരു മറിച്ചിടേണ്ടി കളറിങ്ങനെ മാറണ്ട, നമുക്ക് ഇതിൻ്റെ ഒന്നുകൂടി മറിച്ചിടാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പപ്സാണ് ഇപ്പം ഉണ്ടാക്കാൻ പോണത്. നമ്മൾ പപ്സ് 2 ഭാഗം റെഡി ആയിട്ടുണ്ട്. കോരിയെടുക്കുകയാണ്. അപ്പോൾ നല്ല കളറൊക്കെ ചേഞ്ച് ആയി നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ എടുക്കട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പപ്സാണിത്, എഗ് പപ്സ് ഇട്ടാ. റെഡി ആയിട്ടുണ്ട്. 2 ഭാഗം നല്ല ആ കളറൊക്കെ മാറി ചേഞ്ച് ആയില്ലേ. കോരിയെടുക്കാം. അപ്പോൾ സ്ക്വയറിലാണ് നമ്മൾ പ്രത്യേകം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.